പ്രിയ പ്രേക്ഷകരെ, പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ പേര് ലോക നെറുകയിലേക്ക് ഉയരുന്ന ഒരു വലിയ മാറ്റത്തിന് നാം സാക്ഷ്യം വഹിക്കുകയാണ്. വർഷങ്ങളായി വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കാൻ തയ്യാറെടുക്കുകയാണ്. എന്തായാലും ഈ വലിയ വാർത്ത ആഴത്തിൽ തന്നെ പരിശോധിക്കാം. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. തേജസ് MK2 യുദ്ധവിമാനങ്ങൾക്കായി ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായി ഇന്ത്യ കൈകോർക്കുകയാണെന്ന വലിയ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അതും കേവലം ഒരു കരാറല്ല, 100% സാങ്കേതിക വിദ്യ, IP റൈറ്റ്സ് ഉൾപ്പെടെ ഇന്ത്യയുടെ കൈകളിൽ എത്തുന്ന ചരിത്രപരമായ ഒരു നീക്കമാണ്. എങ്ങനെയാണ് ഈ വലിയ മാറ്റം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ മാറ്റിമറിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് മോദി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നയതന്ത്ര വിജയങ്ങളിൽ ഒന്നായി മാറുന്നത്? നമുക്ക് ആഴത്തിൽ തന്നെ പരിശോധിക്കാം. സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. ഇന്ത്യയുടെ ഈ മുന്നേറ്റത്തിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണമുണ്ട്. തേജസ് MK1 വിമാനങ്ങൾക്കായി അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കിന്റെ F404 എഞ്ചിനുകൾക്കായി ഇന്ത്യ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധികളും വിതരണത്തിലെ തടസ്സങ്ങളും കാരണം ഈ എഞ്ചിനുകൾ എത്തുന്നതിൽ വലിയ കാലതാമസം നേരിട്ടത്. ഈ പ്രതിസന്ധി ഇന്ത്യയെ സംബന്ധിച്ച് ഒരു തിരിച്ചടി മാത്രമല്ല, മറിച്ചൊരു വലിയ അവസരമായി മാറുകയായിരുന്നു. വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് നമ്മുടെ പ്രതിരോധ പദ്ധതികളെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഉടനടി പുതിയതും ശക്തവുമായ ഒരു ബദൽ മാർഗം കണ്ടെത്തുകയായിരുന്നു. അതെ, ഇവിടെയാണ് ഫ്രഞ്ച് കമ്പനിയായ സഫ്രാൻ ഇന്ത്യയുടെ രക്ഷകനായി മാറുന്നത്. സാധാരണയായി വിദേശ രാജ്യങ്ങൾ തങ്ങളുടെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ കൈമാറാൻ മടിക്കാറുണ്ട്. എന്നാൽ ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾക്ക് മുന്നിൽ അവർ പൂർണ്ണമായും വഴങ്ങുകയായിരുന്നു. 100% സാങ്കേതിക കൈമാറ്റം. അതെ, എഞ്ചിനുകളുടെ നിർമ്മാണം, ടർബൈൻ ബ്ലേഡുകളുടെ രൂപകൽപ്പന, ഉയർന്ന താപനിലയെ പ്രതിരോധിക്കുന്ന ലോഹക്കൂട്ടുകൾ എന്നിവയ്ക്ക് പൂർണ്ണമായ അറിവ് ഇന്ത്യക്ക് ലഭിക്കുമെന്നതാണ്. തേജസ് MK2നും അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റായ നമ്മുടെ AMCA ജെറ്റിനും ആവശ്യമായ 120 kN കരുത്തുള്ള എഞ്ചിനുകൾ ഇനി ഇന്ത്യയിൽ തന്നെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഇതിനു മുൻപ് പരാജയപ്പെട്ട കാവേരി എഞ്ചിൻ പദ്ധതിയുടെ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയാണ് പുതിയ എഞ്ചിൻ ഒരുങ്ങുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ് നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി. അതെ, മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഏറ്റവും വലിയ ഊർജ്ജമാണ് ഈ പങ്കാളിത്തം നൽകുന്നത്. ഇന്ത്യ ഇപ്പോൾ വെറും ഒരു ഉപഭോക്താവ് മാത്രമല്ല, ലോകത്തിലെ ഉൽപാദന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം. ഹൈദരാബാദിലെ ഏറ്റവും പുതിയ സഫ്രാൻ കേന്ദ്രവും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായുള്ള സഹകരണവും ഇതിന്റെ ഉദാഹരണങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ടാറ്റ, അദാനി, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് തുടങ്ങിയ വൻകിട ഇന്ത്യൻ കമ്പനികൾ ഇതിനകം തന്നെ ഈ വിപ്ലവത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇത് നമ്മുടെ രാജ്യത്തിനകത്ത് വലിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഉയർന്ന സാങ്കേതിക ഉൽപാദനത്തിൽ നമ്മുടെ എഞ്ചിനീയർമാർക്ക് പുതിയ കഴിവുകൾ നേടാനും ഇത് വഴിയൊരുക്കുന്നു എന്നതും എടുത്തു തന്നെ പറയണം. ഈ പുതിയ പദ്ധതി പ്രകാരം 2027 ആദ്യ പ്രോട്ടോടൈപ്പ് എഞ്ചിനുകളും 2028 ഫ്ലൈറ്റ് ടെസ്റ്റുകളും പൂർത്തിയാകും. തുടർന്ന് AMCA സ്ക്വാഡ്രണുകളിൽ ഈ എഞ്ചിനുകൾ ഉപയോഗിച്ച് തുടങ്ങുമെന്നതാണ്. ഇന്ത്യൻ വിമാനങ്ങൾക്കായി വിദേശ രാജ്യങ്ങളുടെ അനുമതി തേടേണ്ട അവസ്ഥയ്ക്ക് ഇതോടെ വിരാമമാകും. കൂടാതെ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വിമാനങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ഡിമാൻഡാണ്. ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, തെക്കുകിഴക്കൻ ഏഷ്യ തുടങ്ങിയ വിപണികളിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ഇത് ഇന്ത്യക്ക് വലിയ സഹായകമാകുമെന്നതും എടുത്തു തന്നെ പറയണം. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സഫ്രാനുമായുള്ള ഈ പങ്കാളിത്തം വെറും ഒരു കരാർ മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയുടെ വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കൽ അവസാനിപ്പിച്ചുകൊണ്ട് സ്വന്തം എഞ്ചിൻ നിർമ്മിക്കുന്ന ലോകത്തിലെ തന്നെ മുൻനിര രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യ കുതിച്ചുയരുകയാണ്. ഈ വലിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.